Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലെ പൂർണ്ണമായി മാറ്റി നമ്മുടെ മുടിക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിക്ക് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കട്ട കറുപ്പായി വളരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓയിലിന്റെ റെമഡി ആണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇതേപടി അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ അത്ര മാത്രം ഉപയോഗിച്ചാൽ മതി. ഡെയിലി ഉപയോഗിക്കണമെന്നില്ല. ആഴ്ചയിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 തവണ കേട്ടോ. ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ ഉറങ്ങാം. അതല്ല നമുക്കിത് കുളിക്കണേക്ക് മുന്നായിട്ട് ഒരു 2-3 മണിക്കൂർ മുന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ടും വരാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്ത് വരാം. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കാപ്പിയുടെ കുരുവാണ്. കാപ്പിക്കുരുവാണ് നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനി നിങ്ങളിൽ കുറച്ച് പേര് വന്ന് ചോദിക്കും, ചേച്ചി ഈ ഒരു കാപ്പിക്കുരുവിന് പകരം നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിക്കാവോ എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും മറുപടി തരില്ല എന്നല്ല, തരത്തില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയും കപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഓയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിങ്ങനെ നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ ഒത്തിരി ഗ്രീസി ആയിട്ട് തോന്നിയിട്ട്. ഒന്നാമത് നമ്മുടെ വെളിച്ചെണ്ണ ഇത്തിരി ഗ്രീസി ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ കാപ്പിയുടെ പൊടി കൂടി ചേർത്തപ്പോൾ, കാപ്പിപ്പൊടി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു കാപ്പിപ്പൊടി കൂടി ചേർത്തപ്പോൾ എൻ്റെ ആ ഒരു ഓയിൽ നല്ല ഗ്രീസി ആയിട്ട് എനിക്ക് ഒരു ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കഴുകാനായിട്ട് നല്ലൊരു പാടന്നെയായിരുന്നു കേട്ടോ. നമുക്ക് മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാപ്പിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉള്ള മുടി കൂടി പറഞ്ഞു പോരത്തേ ഉള്ളൂ അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാപ്പിപ്പൊടി ഉപയോഗിക്കാതെ കാപ്പിക്കുരു ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് മുടി നന്നായിട്ട് വളർന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാപ്പിക്കുരു ഞാൻ ഒരു പിടിയോളം എടുത്തിട്ട് മിക്സി ബൗളിനകത്തിട്ട്, മിക്സി ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് ഞാനത് അങ്ങനെ അതിനിട്ടിട്ട് പൊടിച്ച് കൊണ്ടുവരാണ്. പൊടിച്ച് ഏകദേശം ഈ ഒരു പൗഡർ കിട്ടിയിട്ട് നമുക്ക് ഇത്രത്തോളമൊന്നും വേണമെന്നില്ല. ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു നന്നായിട്ട് പൊടിയും വേണ്ട, ഇത് ഈ കാണുന്ന പോലെ നല്ല തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഈ രീതിക്ക് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം എടുക്കാൻ പോകുന്ന ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആമണ്ട് ഓയിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഗ്രീസി ആയിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു ആമണ്ട് ഓയിൽ എടുക്കുന്നത്. ആമണ്ട് ഓയിൽ ആകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 50 ഗ്രാമോളം ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പാത്രം എടുക്കാം കേട്ടോ. വെള്ളം അതിനകത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ വെള്ളം ആ ഒരു പാത്രത്തിനകത്തേക്ക് പോകാത്ത വിധത്തിലുള്ള പാത്രങ്ങൾ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിലും ചെയ്യാം കേട്ടോ. അപ്പോൾ 50 ഗ്രാം നമ്മുടെ ഈ ഒരു ആമണ്ട് ഓയിലിനകത്ത് ഞാനിവിടെ ഏകദേശം ഒരു 5 ഗ്രാമോളം നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള തരിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 5 ഗ്രാം 50 ഗ്രാം ഓയിലിന് 5 ഗ്രാം ഈ ഒരു അളവിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വന്നതിന് ശേഷം നമ്മളിത് നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി അങ്ങ് ചൂടാക്കി എടുക്കുകയാണ്. ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊരു 20 മിനിറ്റോളം വെക്കണം കേട്ടോ. 20-25 മിനിറ്റോളം നമ്മളങ്ങനെ അങ്ങ് വെക്കുകയാണ്. ഇനിയിപ്പോൾ അതല്ല നമുക്ക് വെയിലത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വെയിലത്ത് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 വീക്ക് വരെ സമയം കൊടുക്കണം. 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് വരെ നമ്മളിത് വെയിലത്ത് വെച്ചെടുക്കണം. ഓരോ ദിവസം നമ്മൾ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് വേണം ബോട്ടിൽ വെക്കാനായിട്ട്. ബോട്ടിൽ തുറക്കണ്ട, നമ്മൾ ഓരോ സമയത്തും നന്നായിട്ട് ഷേക്ക് ചെയ്യുക, എന്നിട്ട് വെയിലത്ത് കൊണ്ട് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ല ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് വിടുക. എന്നിട്ട് നമ്മൾ ഒരു ദിവസം സമയം കൊടുക്കുക. ആ ഒരു കാപ്പിയുടെ എക്സ്ട്രാക്ട് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ആമണ്ട് ഓയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം സമയം കൊടുക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് എന്നതിന് ശേഷം വേണം നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഒരു 20-25 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് ഒരു ദിവസത്തേക്ക് അങ്ങ് വെറുതെ വിട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു പിശടൊക്കെ മാറ്റിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം അത് അങ്ങനെ വെറുതെ അങ്ങ് വിടുക കേട്ടോ. ഒരു ദിവസത്തേക്ക് അങ്ങ് റെസ്റ്റ് ആവാനായിട്ട് സമയം കൊടുക്കുക. എന്നിട്ട് പിറ്റേന്ന് വേണം അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് നമുക്ക് അങ്ങ് അരിച്ചു മാറ്റിയെടുക്കാനായിട്ട്.
എന്നതിന് ശേഷം നിങ്ങളുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 തവണ അപ്ലൈ ചെയ്താൽ മതി. കുളിക്കണേക്ക് ഒരു 2-3 മണിക്കൂർ മുമ്പ് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ആ രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ശിക്കക്കായുടെ പൗഡർ ഉപയോഗിച്ചിട്ട് അങ്ങ് കഴുകി വരാവുന്നതാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഫീൽ ആവും. മുടി നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇത് യൂസ് ആക്കി ഫസ്റ്റ് ഡേ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് മസ്റ്റ് ആയിട്ടും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഒരു 3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ നിന്ന് വരുന്നതായിട്ടും കാണാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. ഈ ഒരു ആവണക്കെണ്ണ ഞാൻ ഈ കാണിക്കുന്ന സ്പൂണിനകത്ത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഒട്ടും തന്നെ നിർബന്ധമില്ല, ചേർത്താൽ നല്ലതാണ്. നമ്മുടെ മുടി നല്ല കട്ടിയായിട്ട് വളരാനായിട്ടും നല്ല രീതിക്ക് വളരാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ആവണക്കെണ്ണ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവണക്കെണ്ണ നമുക്കിതിൽ ചേർത്തോളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോൾ ഈ ആവണക്കെണ്ണ ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ആമണ്ട് ഓയിലും ആ ഒരു കാപ്പിക്കൂരും മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവണക്കെണ്ണ ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർക്കും, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക ഈ ഒരു ഓയിൽ. നമ്മൾ ആൽമണ്ട് ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലായിരിക്കും. കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കാപ്പിക്കൂരു പൊടിച്ചെടുത്തതിന് വേണം ഉപയോഗിക്കാനായിട്ട്. പൊടി ആരും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.